ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഐറ്റംസൊക്കെ സെയിലിനുള്ള ഐറ്റംസാണ്. ഈ വീഡിയോയിൽ ഇത് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസും അതുപോലെ പ്രൈസും പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഫെവിക്രിലിൻ്റെ പ്രൊഡക്ട്സാണ്. ഇതെല്ലാം പെയിൻറ്റിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ബിഗിനിങ്ങിൽ ഇരിക്കുന്നത് ഫെവിക്രിലിൻ്റെ 100 ml ബോട്ടിലാണ്. ഇത് മെറ്റാലിക് കളേഴ്സും ഉണ്ട്, അതുപോലെ നമ്മുടെ നോർമൽ കളേഴ്സും ഉണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ലെമൺ യെല്ലോയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 90 റുപ്പീസാണ്. നിങ്ങൾ ബോട്ടിലായിട്ടൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റും ബ്ലാക്കും എപ്പോഴും വേണ്ടി വരുന്ന 2 കളേഴ്സാണ് ബേസ് കോട്ട് കൊടുക്കാനൊക്കെ. അതുപോലെ തന്നെ ക്യാമലിൻ്റെ കളേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബോട്ടിലായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും ഇതുപോലെ 100 ml വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ലാഭം. കാരണം ചെറിയ ബോട്ടിൽ പെട്ടെന്ന് തീർന്നു പോകും. ഇതിപ്പോൾ ബ്ലാക്കാണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നതായിരിക്കും നമുക്ക് പ്രോഫിറ്റബിൾ. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് നിയോൺ കളേഴ്സാണ്. ഫെവിക്രിലിൻ്റെ നിയോൺ കളേഴ്സാണിത്. നിയോൺ കളേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറസൻ കളേഴ്സാണ്. ഈ ഒരു പാക്കിൽ കാണുന്ന പോലെ തന്നെ ഓറഞ്ച്, മജന്ത, ഗ്രീൻ, യെല്ലോ, ഈ 4 കളേഴ്സാണ് ഈ ഒരു പാക്കിൽ വരുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെയുണ്ട്. ഗ്രീൻ, ഓറഞ്ച്, മജന്ത, യെല്ലോ, ഈ 4 കളേഴ്സാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 99 റുപ്പീസാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് മെറ്റാലിക് കളേഴ്സാണ്. ഇത് പേൾ മെറ്റാലിക് കളേഴ്സാണ്. ഇതിലും 4 ഷെയ്ഡ്സാണ് വരുന്നത്. ഏതൊക്കെ ഷെയ്ഡ്സാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൽ വരുന്നത് സിൽവർ, ഗോൾഡ്, ബ്രോൺസ്, പിന്നെ കോപ്പർ, ഈ 4 കളേഴ്സാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. മെറ്റാലിക് കളേഴ്സിൻ്റെ, അതായത് പേൾ മെറ്റാലിക് കളേഴ്സിൻ്റെ പ്രൈസ് വരുന്നത്, ഈ ഒരു ബോക്സിന് പ്രൈസ് വരുന്നത് 90 റുപ്പീസാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഫെവിക്രിലിൻ്റെ അക്രലിക് കളേഴ്സിൻ്റെ സെറ്റാണ്. അത് നമുക്ക് 10 ഷെയ്ഡ്സും കിട്ടും, അതുപോലെ തന്നെ 6 ഷെയ്ഡ്സും കിട്ടും. ഇപ്പോൾ ഈ 6 ഷെയ്ഡ്സിൻ്റെ കിറ്റിനെ പറയുന്നത് ലൈലാക്ക് കിറ്റ് എന്നാണ്. ഇത് ഏതൊക്കെ ഷെയ്ഡാണ് ഇതിലുള്ളതെന്ന് ഇവിടെ ഉണ്ട്. ക്രിംസൺ, സാപ്പ് ഗ്രീൻ, ബ്ലാക്ക്, അൾട്രാമറൈൻ ബ്ലൂ, ലെമൺ യെല്ലോ, വൈറ്റ്. അതായത് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഷെയ്ഡ്സും ഈ ഒരു 6 ഷെയ്ഡ്സ് കിറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 റുപ്പീസാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഫെവിക്രിലിൻ്റെ 10 ഷെയ്ഡ്സ് വരുന്ന ഒരു സെറ്റാണ്. ഇതിൻ്റെയും ഷെയ്ഡ്സ് ഏതൊക്കെയാണ് അവൈലബിൾ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൾട്രാമറൈൻ ബ്ലൂ, ബേൺ സിയന്ന, വൈറ്റ്, ബ്ലാക്ക്, സാപ്പ് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ, ഡീപ്പ് ബ്രില്യൻ പർപ്പിൾ, ക്രിംസൺ, ലെമൺ യെല്ലോ, ഓറഞ്ച്. ഈ ഒരു കിറ്റിന് പറയുന്നത് സൺഫ്ലവർ കിറ്റ് എന്നാണ്. അതായത് 10 ഷെയ്ഡ്സിൻ്റെ കിറ്റിന് പറയുന്നത് സൺഫ്ലവർ കിറ്റ് എന്നാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ്. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സാണ്. ഇതിൽ 10 ഷെയ്ഡ്സാണുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 110 റുപ്പീസാണ്. ഇതിൽ 10 ഷെയ്ഡ്സാണുള്ളത്. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ഷെയ്ഡ്സാണെന്നുള്ളത്. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ക്ലേ ആണ്. അത് സ്പെഷ്യലി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ഈ ഒരു ക്ലേ വരുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട് ഏജസ് 3+. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ, ഇത് 3 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് വരെ ഇത് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഈ ഒരു ബോക്സിൽ 4 മോൾഡുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ക്ലേ യൂസ് ചെയ്ത് കുറേ ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള 4 മോൾഡും അതുപോലെ തന്നെ പല കളേഴ്സിലുള്ള ക്ലേയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 160 റുപ്പീസാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഫെവി ബോണ്ടാണ്. ബോട്ടിലായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസിലൊന്നാണ് ഫെവി ബോണ്ട്. അത് നമുക്ക് പല സൈസിൽ അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് 25 ml ഫെവി ബോണ്ടാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 20 റുപ്പീസാണ്.
അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഇതും നമുക്ക് പല ക്രാഫ്റ്റിനും അതുപോലെ തന്നെ ക്ലോത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫാബ്രിക് ഗ്ലൂ. ഇത് ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 35 റുപ്പീസാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റും നമുക്ക് വളരെയധികം യൂസ്ഫുൾ, അതായത് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം വേണ്ട ഒരു പ്രോഡക്റ്റിലുള്ള ഒന്ന് തന്നെയാണ്. അത് വേറൊന്നുമല്ല, ഫെവിക്കോൾ ആണ്. ഫെവിക്കോൾ തന്നെ പല കാറ്റഗറി ഉണ്ട്, SH, MR അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഇതിപ്പോൾ MR ഫെവിക്കോളാണ്, അതായത് നമ്മൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നത് MR ആണ്. അപ്പോൾ ഇത് വലിയ ബോട്ടിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 75 റുപ്പീസാണ്. ഇത് 200 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഗ്ലാസ് ലൈനറാണ്. ഇപ്പം നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്ലാസ് ലൈനർ തീർന്നു പോകും. ഗ്ലാസ് പെയിൻറ്റ് ബാക്കിയുണ്ടെങ്കിലും ലൈനർ പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെ ഉള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഗ്ലാസ് ലൈനേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഇത് ബ്ലാക്ക് കളറിലെ ഗ്ലാസ് ലൈനറാണ്, ക്യാമലിൻ്റെ ആണ്. ഇത് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് 35 റുപ്പീസാണ്. അതായത് നിങ്ങൾക്ക് ലൈനർ മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അടുത്ത പ്രോഡക്റ്റും നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അത് വേറൊന്നുമല്ല, പിക്ചർ വാർണിഷാണ്. ഇത് ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് പിക്ചർ വാർണിഷാണ്. ഇത് 100 ml ബോട്ടിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 140 റുപ്പീസാണ്. ഇത് നമുക്ക് ബോട്ടിൽ ആർട്ടിനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഓയിൽ പെയിൻറ്റിങ്ങിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പിക്ചർ വാർണിഷ്. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് സാറ്റിൻ റിബണും അതുപോലെ ഗ്രീൻ ടേപ്സുമാണ്. ഇപ്പോൾ ഈ ഒരു ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പല വെറൈറ്റിയിലുള്ള സാറ്റിൻ റിബൺസും അതുപോലെ തന്നെ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഗ്രീൻ ടേപ്പും ഉണ്ട്. ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഈ ഒരു ഗ്രീൻ ടേപ്പിൻ്റെ പ്രൈസ് വരുന്നത് 20 റുപ്പീസാണ്. അതുപോലെ തന്നെ ഈ സാറ്റിൻ റിബൺസ് എല്ലാം ഒരു 15 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രൈസിലും ഡിഫറൻസ് വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോട്ടിലായിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നെക്ക് പോർഷനിലൊക്കെ കെട്ടിക്കൊടുക്കാനായിട്ട് ഈ ഒരു സാറ്റിൻ റിബൺ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി അടുത്തായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പേപ്പർ പഞ്ചസ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലാവുന്ന പ്രോഡക്റ്റും അതുപോലെ കൂടുതൽ എൻക്വയറീസ് വരുന്നതും പേപ്പർ പഞ്ചസിനാണ്. അപ്പോൾ അത് ഓരോ ഡിസൈൻസായിട്ട് കാണിച്ചു തരാം. അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ട്രെയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പല ഡിസൈൻസിലുള്ള സിംഗിളായിട്ടുള്ള പേപ്പർ പഞ്ചസ് അവൈലബിൾ ആണ്. ഈ സിംഗിൾ പീസസിനൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 65 റുപ്പീസ് മുതലാണ്. ഇതാണൊരു മീഡിയം സൈസ്. പിന്നെ സൈസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രൈസിലും ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് ഡിസൈനാണോ വേണ്ടത് അത് വാട്സാപ്പിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് വലിയൊരു സൈസിലുള്ള ഒരു പേപ്പർ പഞ്ചാണ്. ഇതൊരു സ്റ്റാർ ഷേപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലുത് ചൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 150 റുപ്പീസാണ്. ഇത് വന്നിട്ട് നമ്മുടെ വുഡൻ സ്റ്റാമ്പാണ്. നമുക്കിത് ബോർഡർ ഡിസൈൻ ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ 4 ഡിസൈൻസാണുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3D ഔട്ട്ലൈനേഴ്സ് ആണ്. നമുക്ക് പല കളേഴ്സ് അവൈലബിൾ ആണ്. യെല്ലോ, പിന്നെ വൈറ്റ്, ഗ്രീൻ, അതുപോലെ തന്നെ ബ്ലാക്ക്, പിങ്ക്, പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡുണ്ട്. ഇതുപോലെ പല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 25 റുപ്പീസാണ്. പിന്നെ ഇതൊക്കെ MDF ബോർഡാണ്. ഇത് പല ഷേപ്സിലും അതുപോലെ തന്നെ സൈസിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ 4 എണ്ണത്തിനൊരു സെറ്റാണ്. ഇത് നിങ്ങൾക്ക് സിംഗിൾ പീസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ്. ഈ പ്രോഡക്റ്റ് അതിൻ്റെ ഷേപ്പും അതുപോലെ സൈസും അനുസരിച്ച് അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് വരും. സ്റ്റാർട്ടിങ് വരുന്നത് 100 മുതലാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസാണ്. ഇത് ഡെക്കറേറ്റീവ് ക്ലിപ്സാണ്. നല്ല ഭംഗിയുള്ള ക്ലിപ്സാണ്. ഇത് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഹാങ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 40 റുപ്പീസ് മുതലാണ്. അടുത്തതും ഫാബ്രിക് ഗ്ലൂ തന്നെയാണ്. ഇത് അതിൻ്റെ നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയ പാക്കാണ്. ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15 റുപ്പീസാണ്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് റെയിൻബോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു പെയിൻറ്റിംഗ് ബോക്സ് എന്നുള്ള രീതിയിൽ അവരിറക്കുന്നൊരു പ്രോഡക്റ്റാണിത്. ഇതിൽ നമുക്ക് കാണാം
വിത്ത് ന്യൂ സ്പാർക്ക്ലിംഗ് കളേഴ്സ്. അതെന്താണെന്നുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ശരിക്കും ഒരു പെയിൻറ്റിങ് കിറ്റ് പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് കാണുന്നത്. ഇതെന്തൊക്കെയാണെന്ന് ഓരോന്നും നമുക്ക് നോക്കാം. ഇത് ഒരു ക്ലോത്താണ്. ക്ലോത്തിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. അതായത് ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു സൈസ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. ഇത് അത്യാവശ്യം വലിയൊരു സൈസ് തന്നെയാണ്. ഒരു ഗേളിൻ്റെ പിക്ചറാണ് ഇതിലുള്ളത്. ഇപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ, അതായത് വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കളർ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കിറ്റിൽ ഈ ഒരു ഡിസൈനുണ്ട്. ഇനി അടുത്ത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തായിട്ട് ഇതിലുള്ളത് ചെറിയൊരു പാലറ്റാണ്. അതായത് നമ്മുടെ സ്പാർക്ക്ലിംഗ് കളേഴ്സ് എല്ലാം ഇതുപോലെ ട്യൂബ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പാലറ്റുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ബ്രഷും ഉണ്ട്. പിന്നെ നമുക്ക് കളേഴ്സും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കിറ്റിൽ നമുക്കിതിൻ്റെ കളർ മിക്സിങ്ങിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് കളേഴ്സ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അത് യൂസ് ചെയ്യേണ്ട ഡയറക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ബോക്സിലും സെപ്പറേറ്റുള്ള ഡിസൈൻസാണ്. ഇപ്പോൾ ഈ ഒരു ബോക്സിൽ വേറൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഈ ബോക്സിലും വേറൊരു ഡിസൈനാണ്. അപ്പോൾ ഓരോന്നിലും ഓരോ ഡിസൈൻസ് ആയിരിക്കും വരുന്നത്. ഈ ഒരു പെയിൻറ്റിങ് കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പെയിൻറ്റിങ് അറിയാത്തവർക്കും ചെയ്ത് ഫ്രെയിം ചെയ്തൊക്കെ വെക്കാൻ പറ്റും. അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫോട്ടോ ഫ്രെയിം കിറ്റാണ്. അതായത് ഈ ഒരു കിറ്റിൽ നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതിൽ കൊടുത്തിട്ടുണ്ട് റിബൺ, ഒറിഗാമി പേപ്പേഴ്സ്, കാർഡ് പേപ്പർ, അങ്ങനെ കുറേ ഐറ്റംസ് ഈ ഒരു കിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിം തനിയെ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയലും അവൈലബിൾ ആയിട്ടുള്ള കിറ്റുണ്ട്. ഇതാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേക്കിംഗ് കിറ്റ്. ഇതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ ഡയറക്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെയും ഫോട്ടോ ഫ്രെയിമിൻ്റെയും കിറ്റാണിത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 99 റുപ്പീസാണ്. അതുപോലെ തന്നെ ഇതും ഒരു ഫോട്ടോ ഫ്രെയിം മേക്കിംഗ് കിറ്റാണ്. ഇതിലും ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വേണ്ട മെറ്റീരിയൽസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 റുപ്പീസാണ്. ഇതും ഫോട്ടോ ഫ്രെയിം മേക്കിംഗ് കിറ്റാണ്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ്. അതായത് 2 കളർ കോമ്പിനേഷൻസ് ആണ്. ഒന്ന് റെഡ് ആൻഡ് വൈറ്റ്, ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ്സ് വരുന്നതാണ്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 120 റുപ്പീസാണ്. ഇത്രയും ക്രാഫ്റ്റ് പ്രോഡക്റ്റ്സാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള പ്രോഡക്റ്റ്സും കൂടി കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ കാണിച്ച പ്രോഡക്റ്റ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.